യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോൾ ഇവിടെ വന്ന് നിൽക്കാണോ? ദാ അവിടെ സുനീഷ് അന്വേഷിക്കുന്നു, ചെല്ല്. കേട്ടോ സുനീഷേട്ടാ, ഞാനിന്നലെ നമ്മുടെ കുളനാടയിലെ മാധവൻ തിരുമേനിയെ വിളിച്ചിരുന്നു. ശ്രീലതേ, ശ്രീലതേ, ഞാനിപ്പോ വരാം സുനീഷേട്ടാ. ആതിര വന്നോ? സുനീഷേട്ടനിപ്പോ അന്വേഷിച്ചേ ഉള്ളൂ. ഒരു കാര്യം ചെയ്, നീ ആഹാരം വിളമ്പി കൊടുക്ക, ഞാനിപ്പോ വരാം. ദാ വരുന്നു സുനീഷേട്ടാ. അവളെ കൊണ്ട് ഞാൻ തോറ്റു. ശ്രീലത പാവോ സുനീഷേട്ടാ? അതെന്താ ആതിരക്കുട്ടിക്ക് പെട്ടെന്നൊരു മനമാറ്റം? അടുക്കുമ്പോഴല്ലേ നമ്മൾ ആളുകളെ അറിയുന്നത്. ഓ, മനസ്സിലായി. ആതിരക്കുട്ടിയുടെ ദോഷം മാറ്റാൻ അവള് അമ്പലത്തിൽ കൊണ്ടുതന്നെ സ്നേഹമായിരിക്കും അല്ലേ? ശ്രീലത, അപ്പച്ചി ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി, എന്തിനാ അപ്പച്ചി വിളിച്ചത്? ഈ കൈക്ക് വല്ലാത്തൊരു കഴപ്പും വേദനയും. ഒരിച്ചിരി കുഴമ്പിട്ടിട്ട് ഒന്ന് തടവി തന്നെ. അല്ലാതെ ചെല്ല് പെണ്ണേ. ഈ പ്രാർത്ഥനയിലും വഴിപാടിലൊക്കെ ആതിരക്കുട്ടിക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ അതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ സുനീഷേട്ടാ? അല്ല, സുനീഷേട്ടന് ഇതിലൊക്കെ വലിയ വിശ്വാസമാണല്ലോ. അതുകൊണ്ടല്ലേ നാവില് ശൂലമൊക്കെ തറച്ച് കാവടിയെടുത്ത് മുട്ടിലെഴിഞ്ഞ് ചിന്നപ്പളനിയിലെ പടി കയറിയത്? അതൊക്കെ നേരാ. പക്ഷേ ആതിരക്കുട്ടി പറഞ്ഞതുപോലെ അതൊക്കെ ഓരോരോ സാഹചര്യങ്ങളല്ലേ. ആതിരക്കുട്ടിക്ക് വിശ്വാസം ഉണ്ടെന്നറിഞ്ഞപ്പോ എനിക്കും കുറച്ചൊക്കെ വിശ്വാസം തോന്നി തുടങ്ങി. ആതിരക്കുട്ടി പറഞ്ഞതുപോലെ അതൊക്കെ ഓരോരോ സാഹചര്യങ്ങളല്ലേ. ആതിരക്കുട്ടിക്ക് വിശ്വാസം ഉണ്ടെന്നറിഞ്ഞപ്പോ എനിക്കും കുറച്ചൊക്കെ വിശ്വാസം തോന്നി തുടങ്ങി. വിശ്വാസമൊക്കെ നല്ലത് ആതിരക്കുട്ടി. അത് നമ്മളെ കൂടുതൽ ബലപ്പെടുത്തും. പക്ഷേ അന്ധവിശ്വാസം അത് അപകട. അത് നമ്മുടെ ഉള്ള ആത്മബലം കൂടി ഇല്ലാതാക്കും. ആതിരക്കുട്ടിക്ക് ഒരു ദോഷവും ഇല്ല. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരുമിച്ച് തരണം ചെയ്യും. ശ്രീലത എന്നോട് അങ്ങനെ ചിലതൊക്കെ പറഞ്ഞമ്മേ. പക്ഷേ എനിക്കതിൽ യാതൊരു വിശ്വാസമില്ല. എടാ, ഞാൻ ഈ കുളനട മാധവൻ തിരുമേനിയെ പറ്റി കേട്ടിട്ടുണ്ട്. ആള് ബഹുമിടുക്കനാന്നാ കോളോത്ത് ഇന്നര പറഞ്ഞത്. അവളുടെ മോൻ ചെറുക്കൻ, ആ പിഴച്ചു നടന്ന രതീഷില്ലേ, അവന്റെ കള്ളൂടി നിർത്തിയതും അവനെ പറഞ്ഞ് ഗൾഫിലേക്ക് അയച്ചതും ഈ തിരുമേനി അത്രേ. തിരുമേനിക്ക് എന്താ വിസ കച്ചവടം ഉണ്ടോ? നീ എന്നെ പരിഹസിക്കൊന്നും വേണ്ട. ഇതിലൊക്കെ ചില കാര്യങ്ങൾ ഇല്ലാതില്ലടാ. തിരുമേനി കദളിപ്പഴത്തിലേ അവൾക്കൊരു പ്രയോഗം ചെയ്തു കൊടുത്തു എന്നാ പറയണേ. ആ പഴം 3 നേരം സേവിച്ചപ്പോ ചെക്കൻ കൂടി നിർത്തി. പാമ്പിനെ പോലെ എഴഞ്ഞു നടന്നവനാ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് അനുസരണയുള്ള ആട്ടുംകുട്ടിയായി മാറിയത്. മാസം 1 കഴിയുന്നതിന് മുമ്പ് അവൻ കുവൈറ്റിലും പോയി 1ാമത്തെ ലീവിന് വന്നപ്പോ ആ സുധർമ്മ മുതലാളിയുടെ മകളെ കെട്ടി കാശുകാരനാവുകയും ചെയ്തു. ഇപ്പൊ അവനും അവളും പിള്ളേരൊക്കെ ഗൾഫിൽ സുഖമായിട്ട് ജീവിക്കാടാ. ഈന്തപ്പഴത്തിന്റെ ബിസിനസ്സാന്നാ ഇന്നര ചെന്നിത്തല അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞത്. എല്ലാത്തിനും കാരണം ഈ തിരുമേനിയുടെ പൂജ അത്രേ. അമ്മയ്ക്കെന്താ അയാളെ കാണാൻ തോന്നുന്നുണ്ടോ? ദൈവവിശ്വാസം മാത്രം മതി, അന്ധവിശ്വാസം വേണ്ടെന്ന്
അമ്മേനല്ലേ എന്നെ പഠിപ്പിച്ചത്. അതൊക്കെ ശരിയാടാ മോനെ. പക്ഷെ അവനോന്റെ കാര്യം വരുമ്പോ മനസ്സ് വല്ലാതെ അങ്ങ് ഇളകിപ്പോവും. എന്നുവെച്ചാ എന്റെ ആദരക്കുട്ടിക്ക് ജാതകദോഷം ഉണ്ടെന്ന്, അതിന്റെ പരിഹാരം കാണാൻ ആ തിരുമേനെ പോയി കാണണമെന്ന്. നാളെ അവൾ ഉപേക്ഷിച്ചാൽ മാത്രമേ എന്റെ കാലക്കേട് മാറുമെന്ന് ആ തിരുമേനി പറഞ്ഞ അമ്മ എന്തോ ചെയ്യും? ആദരക്കുട്ടി ഉപേക്ഷിക്കണമെന്ന് ആ തിരുമേനി പറഞ്ഞ അമ്മ അതിനെ കൂട്ടിയോ? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് ഉത്തരം മുട്ടിപ്പോ. ആ തിരുമേനി അത്ര നിസാരക്കാരനല്ലെന്ന് മാത്രല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അയാളെ കാണാൻ പോണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോടാ. പറഞ്ഞോ? എന്തിനാ പറയണേ? ഈ പറഞ്ഞതിന്റെ അർത്ഥം അതൊക്കെ തന്നെയല്ലേ? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു അലക്കാരം പറയുമ്പോ കൊണ്ടുപോയി കാട്ടിക്കളയാനുള്ളതല്ല എനിക്കെന്റെ ഭാര്യ. ഞാൻ അവളുടെ കഴുത്ത് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ജന്മം മുഴുവൻ അവളെ സംരക്ഷിക്കാമെന്നുള്ള ഉറപ്പിന്റെ പുറത്താണ്. അങ്ങനെ ആദരക്കുട്ടിക്കൊരു ജാതകദോഷം ഉണ്ടെങ്കിൽ, അതുകൊണ്ട് എനിക്കൊരു ഭാഗ്യദോഷം ഉണ്ടെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചു. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ മറ്റൊരാളുടെ ജന്മദോഷമല്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ വിധിയിൽ എന്തുണ്ടെങ്കിലും നമ്മളത് അനുഭവിച്ചേ പറ്റൂ. അത് തിരുത്താൻ സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും പറ്റില്ല. കഴിഞ്ഞ വർഷം ഞാൻ ക്ലബിൽ കളിച്ച് നോക്കി നിന്നോളൂ ശബ്ദിക്കരുതെന്ന നാടകം അമ്മ മുന്നിൽ വന്നിരുന്ന് കൈയടിച്ചില്ലേ? അന്ന് അമ്മ എന്നോട് എന്താ പറഞ്ഞേ? എടാ മോനെ സുനീഷേ, നിന്നെ ഓർത്ത് ഈ അമ്മ അഭിമാനിക്കുന്നു. ഈ ഭൂമി ദൈവം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിലാണെന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നു. ആ അമ്മ തന്നെയാണോ ഇപ്പോ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ, നീ എന്തിനാടാ ചെറുക്ക വെറുതെ കാട് കയറുന്നത്? അവളെ കൊണ്ട് കളയാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. വെറുതെ ഒന്ന് സംശയം തീർക്കാൻ വേണമെങ്കിൽ ആ തിരുമേനിയെ ചെന്ന് കാണാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനാണോ ഈ നാടകക്കഥ മുഴുവൻ നീ എന്നോട് പറഞ്ഞത്? അത് വേണ്ടെന്നല്ലേ അമ്മയോട് ഞാൻ പറഞ്ഞേ. അങ്ങനെ ഏതെങ്കിലും ഒരു തിരുമേനി അല്ല ഞങ്ങളുടെ ഭാവി തീരുമാനിക്കണേ. എന്റെ ഭാവിയും ജീവിതവും എന്റെ കയ്യിലാ അമ്മേ. എന്റെ ഭാര്യ കളക്ടറായി നാളെ എനിക്ക് ചെലവിന് തരുമെന്ന് സ്വപ്നം കണ്ടിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ആരോഗ്യമുള്ളിടത്തോളം അധ്വാനിച്ച് എനിക്ക് എന്റെ കുടുംബം പുലർത്താൻ അറിയാം. ഞാൻ നാടകം നിർത്തിയതേ ഭാവന പറ്റിയിട്ടല്ല, വരുമാനം കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിട്ടാ. കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും എനിക്ക് എന്റെ ഭാര്യ അമ്മയെ ഒരിക്കലും പട്ടിണിക്കിടാൻ പാടില്ലെന്ന മോഹം കൊണ്ടാ. ശരി, ആയിക്കോട്ടെ. ഞാൻ ഇക്കാര്യം ഇനി നിന്നോട് പറയില്ല, പോരെ? നീ എവിടേക്കാ? ഒന്നുമില്ലമ്മേ, ഞാൻ വരുന്നു. വീടമ്മേ. കുട്ടി, ഒരുപാടൊന്നും എനിക്ക് പറയാനില്ല. പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രം. പക്ഷേ ഞാനെന്ന് പറയുന്നത് എൻ്റെ നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ടാ. ആദരക്കുട്ടി ഇല്ലാതെ ഈ സുനീഷിനൊരു ജീവിതമില്ല. ആദരക്കുട്ടി എന്നെ ഉപേക്ഷിച്ച് പോയാലും ഞാൻ ആദരക്കുട്ടി സ്നേഹിച്ചുകൊണ്ടേയിരിക്കും.